ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട, ജീവിതത്തിൻ്റെ ഒരു സഹയാത്രികനെന്ന നിലയ്ക്ക് ജീവിതത്തിൽ എപ്പോഴും കൂടെ കൂട്ടേണ്ട മഹത്തായ ഒരു ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ ലോകത്തിലെ ഒരുപാട് ജനങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റിമറിച്ച, അങ്ങേയറ്റം ഒരുപാട് ഹൃദയങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള വല്ലാത്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. നമ്മുടെയൊക്കെ മനസ്സുകളിലുള്ള അന്ധവിശ്വാസം, കാപട്യം, അസൂയ, വെറുപ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലവിധ രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന് കൂടിയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതാണ് ഞാൻ ആമുഖമായി ഓതിവച്ച സൂറത്ത് യൂനിസിലെ 57-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു സദുപദേശം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കുള്ള ഒരു ശമനം, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുള്ള പല രൂപത്തിലുള്ള രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന് കൂടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്, നമുക്ക് കൊണ്ടുവന്നു തന്നിട്ടുള്ളത്. തീർന്നില്ല, വഹുദ, അത് സന്മാർഗമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും, ഈ ലോകത്ത് കടന്നു വരുന്ന സകല മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ്, സന്മാർഗമാണ് വിശുദ്ധ ഖുർആൻ. അല്ലേ? അലിഫ് ലാം റാ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. മനുഷ്യരെ അന്ധകാരങ്ങളിൽ നിന്ന്, അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സകല തിന്മകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ഇസ്ലാമിൻ്റെ ആ ഒരു വെളിച്ചത്തിലേക്ക് അവരെ നടത്തിക്കൊണ്ടുവരുവാനുള്ള, കൈപിടിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, എല്ലാ വിശ്വാസികൾക്കും ഒരു കാരുണ്യമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ വല്ലാതെ ശുദ്ധമാക്കുന്ന ഒരു ഗ്രന്ഥമാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ശുദ്ധമാക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളെ കറുപ്പിച്ച് കളഞ്ഞിട്ടുള്ള ആ ഒരു മാലിന്യ കൂമ്പാരത്തെ ഇല്ലാതാക്കി വളരെ വെളുത്ത ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സാക്കി മാറ്റിയെടുക്കുന്ന ഒരു വല്ലാത്ത അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ദഅവത്തുമായി മക്കയിലെ പ്രവാചകൻ നുബുവത്ത് ലഭിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആനുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ സംസ്കരിച്ചെടുത്തത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി വയുസക്കിഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മക്കയിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുക വഴി മഹത്തായ ഒരു അനുഗ്രഹമാണ് അള്ളാഹു അവരുടെ മേൽ ചെയ്തു കൊടുത്തിട്ടുള്ളത്. എന്തായിരുന്നു ആ പ്രവാചകൻ നിർവഹിച്ചിരുന്ന ധർമ്മം, ദൗത്യം എന്നുള്ളത്? യത്ലു അലൈഹിം ആയാതി, അള്ളാഹുവിന്റെ വചനമായ വിശുദ്ധ ഖുർആൻ അവരെ ഓതിക്കേൾപ്പിച്ചു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തു. എങ്ങനെ? വിശുദ്ധ ഖുർആൻ കൊണ്ട് അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും ഹദീസും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു ജനത എങ്ങനെയായിരുന്നു? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അങ്ങേയറ്റത്തെ അധപതനത്തിലായിരുന്നു, അങ്ങേയറ്റത്തെ വഴികേടിലായിരുന്നു ആ ഒരു ജനത. അത്തരം തിന്മകളിൽ അടിഞ്ഞുകൂടി ജീവിച്ചിരുന്ന ഒരു ജനതയെയാണ് അള്ളാഹുവിന്റെ മഹത്തായ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംസ്കരിച്ചെടുത്തത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എപ്പോഴും നിരന്തരം എല്ലാ ദിവസവും, ഒരു ദിവസവും ഇടവരാത്ത രൂപത്തിൽ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ വിശുദ്ധ ഖുർആൻ ഓതിയിരിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു തള്ളുന്ന, അത് ഓതാതെ നിൽക്കുന്ന, പാരായണം ചെയ്യാതെ ഇരിക്കുന്ന ഒരൊറ്റ ദിവസവും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ കഥയുണ്ട്, ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു ചെറിയ കഥ. ഗുരുവും ശിഷ്യനും അവർ രണ്ടുപേരും പ്രഭാത പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞാൽ അല്പം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പതിവായിരുന്നു. ഒരിക്കൽ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞാൻ ഈ വിശുദ്ധ ഖുർആൻ ഓതുന്നത് കൊണ്ട് എനിക്ക് വലിയ നേട്ടമൊന്നും കാണുന്നില്ല.
അർത്ഥമറിയാതെ ഞാനിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുന്നു. ഒരു വല്ലാത്ത സ്വാധീനമോ ചലനമോ എൻ്റെ ജീവിതത്തിലൊന്നും കാണുന്നില്ല ഗുരുവേ. ഗുരു പറഞ്ഞു, അങ്ങനെ പറയരുത്. വിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് പാരായണം ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് ആ ശിഷ്യനോട് തൻ്റെ ഗുരു പറഞ്ഞു, ആ കാണുന്ന ആ കുട്ടയെടുത്ത് ആ തോട്ടിലേക്ക് പോയി കുറച്ച് ആ തോട്ടിൽ നിന്നും ആ കുട്ടയിൽ വെള്ളം നിറച്ച് കൊണ്ടുവരണം, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. ഒരു ഓട്ടയുള്ള കറ പിടിച്ച ഒരു കരിഞ്ഞ ഒരു കുട്ട ആ ഒരു ശിഷ്യൻ്റെ കയ്യിൽ ഗുരു കൊടുത്തേക്കുകയാണ്. അങ്ങനെ ആ ശിഷ്യൻ ആ കുട്ടയിൽ അല്പം വെള്ളവുമായിട്ട് ഗുരുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ഗുരുവിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അതിൻ്റെ ഓട്ടയിലൂടെ ആ വെള്ളമെല്ലാം ഒലിച്ചു പോയിരുന്നു. ഗുരു വീണ്ടും പറഞ്ഞു, കൊണ്ടുവരിക. അദ്ദേഹം പോയി വീണ്ടും കൊണ്ടുവന്നു. അതേ ആദ്യപടി പോലെ തന്നെ വെള്ളമെല്ലാം ഒലിച്ചുപോയി. മൂന്നാമതും ഗുരു പറഞ്ഞു, കൊണ്ടുവരിക, വെള്ളം കൊണ്ടുവരിക. അദ്ദേഹം വീണ്ടും കൊണ്ടുവന്ന്, എന്നാലും അതിൻ്റെ ഓട്ടയിലൂടെ, ആ കുട്ടയുടെ ഓട്ടയിലൂടെ ആ വെള്ളം ഇങ്ങനെ ഒലിച്ചുപോയി. ആ ശിഷ്യൻ പറഞ്ഞു, ഇനി എനിക്ക് വയ്യ, എൻ്റെ ഫലങ്ങളെല്ലാം നിഷ്ഫലമായി പോവുകയാണ്. ഈ ഓട്ടയുള്ള കുട്ടയിൽ വെള്ളം കൊണ്ടുവന്നാൽ താങ്കളുടെ അടുക്കൽ എത്തുമ്പോഴേക്കും അതിലെ വെള്ളമെല്ലാം ഒലിച്ചു പോവുകയാണല്ലോ, എനിക്ക് മതിയായി, എനിക്ക് മടുത്തു എന്ന് ആ ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് പറയുകയാണ്. ആ ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ഈ കുട്ടയിലേക്ക് ഇനി നീയൊന്ന് കണ്ണോടിച്ചു നോക്കുക. അദ്ദേഹം കൊടുത്തപ്പോൾ കറ പിടിച്ച ഒരു രൂപത്തിലുള്ള ഒരു കുട്ടയായിരുന്നു. ഇനി നീ ആ കുട്ടയിലേക്കൊന്ന് നോക്കുക എന്ന് ആ ശിഷ്യനോട് ഗുരു പറഞ്ഞു. ആ ശിഷ്യൻ നോക്കി. ആ വെള്ളം കോരിയെടുത്തതിൻ്റെ കാരണത്താൽ പല ആവർത്തി പലതവണ ആ തോട്ടിൽ നിന്നും ആ കുട്ടയിൽ വെള്ളം കോരിയെടുത്തതിൻ്റെ കാരണത്താൽ ആ കറ പിടിച്ച ആ കുട്ട അത് വല്ലാതെ ശുദ്ധിയായിരിക്കുന്നു, വെളുത്തുപോയിരിക്കുന്നു. അതിലെ മലിനമെല്ലാം ഒലിച്ചു പോയിരിക്കുന്നത് വളരെ ശുദ്ധിയായിരിക്കുന്നു. ആ ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞ്, ഇതാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഉപമ. വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യൻ ജീവിതത്തിലുടനീളം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ മലിനമായതിനെ ശുദ്ധിയാക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ അത്ഭുതമാണ്, മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് വിശുദ്ധ ഖുർആൻ എന്ന് ആ ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെയൊക്കെ പള്ളികളിൽ വിശുദ്ധ ഖുർആനുണ്ട്, പോരാ നമ്മുടെ വീടുകളിലും വിശുദ്ധ ഖുർആനുണ്ട്. അത് എടുത്ത് ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതുവാൻ നമ്മൾ തയ്യാറുണ്ടോ എന്ന് നമ്മുടെ സ്വന്തത്തോട് തന്നെ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഇല്ല എങ്കിൽ ഇന്നു മുതൽ ആ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം പുതുക്കലായിരിക്കണം നമ്മുടെയൊക്കെ കടമ എന്നുള്ളത്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ ഒരുപാട് മഹത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ആ വിശുദ്ധ ഖുർആനുമായിട്ട് ഇടപഴകുന്ന, അതുമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാം ഖൈറായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ ദുനിയാവിലും പരലോകത്തുമാകട്ടെ അവന് നേട്ടങ്ങൾ മാത്രമേ അവനെ കാത്തിരിക്കുന്നതുള്ളൂ. ഒന്നാമതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ്. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അല്ലാഹുവിൻ്റെ കലാം, അല്ലാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവരുടെ വിശ്വാസം, അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടാകുവാൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള തിന്മകൾ ചെയ്യുമ്പോൾ അല്ലാഹു കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭയപ്പാടുണ്ടാകുവാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ആ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. തീർന്നില്ല, ഒരിക്കലും ദുനിയാവിലും പരലോകത്തും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അവൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അല്ലാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ വഅഖാമുസ്സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായി കൊടുക്കേണ്ട സമയത്ത് രഹസ്യമായും പരസ്യമായി സദഖ നൽകേണ്ട സമയത്ത് പരസ്യമായി കൊണ്ടും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? യർജൂന തിജാറതൻ ലൻ തബൂർ,
ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് അവർ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുന്നതിലൂടെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിലൂടെ അവർ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ ഓതുന്ന ആളുകൾക്കുള്ള നേട്ടങ്ങളെക്കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മസലുൽ ലദീ യഖറഉൽ ഖുർആന വഹുവ ഹാഫിളുല്ല, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളുടെ ഉപമ, വഹുവ ഹാഫിളുല്ല, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി, ആ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് അത് നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഉപമ, അയാൾ ആരുടെ കൂടെയായിരിക്കും? മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അവർ മലക്കുകളുടെ കൂടെയായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വിശുദ്ധ ഖുർആൻ ഹാഫിളല്ലാത്ത ആളുകൾ അതിൻ്റെ പേരിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, അവർക്കും പ്രതിഫലമുണ്ട്. വമസലുൽ ലദീ യഖറഉൽ ഖുർആൻ വഹുവ യതആഹദു വഹുവ അലൈഹി ശദീദ് ഫലഹു അജ്റാൻ. ഒരു മനുഷ്യൻ, അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, അദ്ദേഹം തപ്പിത്തടഞ്ഞുകൊണ്ട്, വായിൽ ശരിക്ക് അക്ഷരങ്ങൾ വരുന്നില്ല, അതിൻ്റെ മഖ്റജുകൾ ശരിക്ക് കറക്റ്റായിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല, അദ്ദേഹം വല്ലാതെ തപ്പുകയാണ്, വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഓതുന്നത്. വിശുദ്ധ ഖുർആൻ ഓതാൻ അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസമാണ്, ഒരു കഠിനമായ രൂപത്തിലാണ് അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതുന്നത്. പക്ഷേ ഫലഹു അജ്റാൻ, അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അത് പാരായണം ചെയ്യുന്ന വ്യക്തിക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ വിശുദ്ധ ഖുർആൻ പ്രയാസപ്പെട്ടുകൊണ്ട് ഓതുന്ന ആൾക്കുള്ള പ്രതിഫലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എപ്പോഴും സമാധാനമുണ്ടാകും. വിശുദ്ധ ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും അത് പരസ്പരം ചർച്ച ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം അവർക്കുണ്ടാകും. 4 നേട്ടങ്ങളാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പരസ്പരം വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പരസ്പരം ഇരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് തദബ്ബുർ ചെയ്യുക, ഉറ്റാലോചിക്കുക, അത് പരസ്പരം പഠിക്കുക എന്ന് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് 4 നേട്ടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന. ഒന്നാമത് എന്താണ്? അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സദസ്സുകളിലിരുന്ന് അത് മനസ്സിലാക്കുകയും ആ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ളൊരു താല്പര്യം കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നേട്ടം എന്താണ്? ഒന്നാമത്തേത് ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, ഒന്നാമത് അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകും. വഗശിയത്ഹുമുർ റഹ്മ, രണ്ടാമത്തേത് അവരുടെ മേൽ അള്ളാഹു കാരുണ്യം കൊണ്ട് മൂടും. വഹഫത്ഹുമുൽ മലായിക, മൂന്നാമത്തേത് മലക്കുകളുടെ സംരക്ഷണം, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സംരക്ഷണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുണ്ടാകും. തീർന്നില്ല, 4-മതായി കൊണ്ട് പറഞ്ഞു വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അള്ളാഹു ആ തൻ്റെ അടിമകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കണ്ട് വളരെ അഭിമാനത്തോടുകൂടി തൻ്റെ അടുക്കലുള്ള മലക്കുകളോട് ഈ അടിമകളെക്കുറിച്ച് പറയുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ല, വിശുദ്ധ ഖുർആൻ ഓതുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ നമ്മൾ അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് ആ ഖുർആൻ നമുക്ക് ശുപാർശകനായിട്ട് വരുമെന്നുള്ളതാണ്. യഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, അഥവാ 2 കാര്യങ്ങൾ നമുക്ക് ശുപാർശകരായിട്ട് വരും. ഒന്ന് നമ്മുടെ നോമ്പ്, ഒന്ന് നമ്മൾ പാരായണം ചെയ്തിട്ടുള്ള വിശുദ്ധ ഖുർആൻ. നോമ്പും വിശുദ്ധ ഖുർആനും നാളെ നമ്മൾ അള്ളാഹുവിൻ്റെ മുൻപിൽ ആരുടെയും സഹായമില്ലാതെ അള്ളാഹുവിൻ്റെ മുൻപിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത്, നമ്മളുടെ വിചാരണയും കാത്ത് റബ്ബിൻ്റെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പും നമ്മൾ പാരായണം ചെയ്തിട്ടുള്ള വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരും. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി ശുപാർശ നടത്തുവാൻ വേണ്ടി. ആ സമയത്ത് യഖൂലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോട് പറയും, റബ്ബി, എൻ്റെ രക്ഷിതാവേ, മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിൽ അവൻ്റെ ഉറക്കത്തെ കെടുത്തിക്കളഞ്ഞവനാണ് ഞാൻ, അവൻ്റെ ഉറക്കത്തെ തടഞ്ഞു വെച്ചവനാണ്. രാത്രിയിൽ ആരും കാണാതെ അവൻ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളവനാണ് റബ്ബേ. അവൻ്റെ വിലപ്പെട്ട ഉറക്കിൻ്റെ സമയത്ത് ഞാൻ തടഞ്ഞു വെച്ചവനാണ്. ഉറങ്ങേണ്ട സമയത്ത് അവൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. അതുകൊണ്ട് റബ്ബേ ഫശഫ്ഇനി ഫീ, എൻ്റെ ശുപാർശ നീ അവനിൽ സ്വീകരിക്കണമേ. അള്ളാഹുവേ, ഞാൻ ഈ പറയുന്ന ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോട് പറയുന്ന ഒരു രംഗമുണ്ട് നാളെ പരലോകത്ത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ല, ചില സൂറത്തുകൾക്ക്
ചില ആയത്തുകൾക്ക് അള്ളാഹു പ്രത്യേകം മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിക്കുക, പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, ദുനിയാവിൽ വെച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് വേണ്ടി ശുപാർശകരായിക്കൊണ്ട് ഖുർആൻ നാളെ പരലോകത്ത് വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ അസ്-സഹ്റാവൈൻ, പ്രകാശിക്കുന്ന സഹ്റാവൈൻ എന്നറിയപ്പെടുന്ന, സഹ്റാവൈൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നുള്ളതാണ് അർത്ഥം. ആ 2 സൂറത്തുകൾ നിങ്ങൾ ഓതുക. ഏതൊക്കെയാണ് സഹ്റാവൈൻ എന്നറിയപ്പെടുന്ന സൂറത്തുകൾ? സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും. സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും നിങ്ങൾ എല്ലാ ദിവസവും ഓതിക്കൊള്ളുക. അതിൻ്റെ മഹത്വം, അത് ഓതുന്ന ആളുകൾക്കുള്ള നേട്ടമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ പരലോകത്ത് വരും. ഏത് രൂപത്തിൽ? ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ, ഈ 2 സൂറത്തുകളും സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും നാളെ പരലോകത്ത് കടന്നു വരും. ഏത് രൂപത്തിൽ? കഅന്നഹുമാ ഗമാമതാൻ, അവൻ്റെ മേലിൽ ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് ആരുടെയും സഹായമില്ലാതെ അള്ളാഹുവിൻ്റെ മുൻപിൽ നമ്മൾ ഒറ്റയ്ക്ക് വിയർത്ത് കുളിച്ച് ചൂടനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വിശ്വാസി ദുനിയാവിൽ വെച്ച് സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും നിരന്തരമായി കൊണ്ടോതിയിട്ടുണ്ട് എങ്കിൽ ആ 2 സൂറത്തും വരും. ഏത് രൂപത്തിൽ? കഅന്നഹുമാ ഗമാമതാൻ, അവൻ്റെ മേലിൽ തണലിട്ട് നൽകുന്ന മേഘങ്ങളെപ്പോലെ ഈ 2 സൂറത്തുകളും അവൻ്റെ മേൽ വന്നു നിൽക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അതുമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ അവന് ഖൈർ മാത്രമേയുള്ളൂ, അവന് നേട്ടങ്ങൾ മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഖുർആനുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജനുവരി 15 ഇന്നലെ കഴിഞ്ഞു. കേരള പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ് ജനുവരി 15 എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഉപകാരമുള്ളവനായി തീരണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകളാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾ. അവർ ജനങ്ങളിൽ ഉത്തമരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരസ്പരം സഹായിക്കുന്ന, മറ്റുള്ളവൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും യാതനകളും കണ്ടറിഞ്ഞുകൊണ്ട് അവന് എന്താണോ പോരായ്മകളുള്ളത് അത് കണ്ടറിഞ്ഞുകൊണ്ട് അത് നികത്തുവാനുള്ള ഒരു പരിശ്രമം ഒരു മുസ്ലിമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. പരസ്പരം സഹായിക്കുന്ന പരോപകാരികളായിട്ടുള്ള ആളുകളായി നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തതഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയഫ്അൽ, തൻ്റെ സഹോദരനെ വല്ല ഉപകാരവും ചെയ്തു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫൽയഫ്അൽ, അവനത് ചെയ്തു കൊള്ളട്ടെ. അത് ഏത് രൂപത്തിലുമാകാം. പണം കൊണ്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ പണം കൊണ്ട് സഹായിക്കുക, വസ്ത്രം കൊണ്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ വസ്ത്രം കൊണ്ട് സഹായിക്കുക, ഭക്ഷണം കൊടുത്തുകൊണ്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഭക്ഷണം കൊടുത്തുകൊണ്ട് സഹായിക്കുക. ഒരാളുടെ കടം വീട്ടാനാണ് നമുക്ക് സാധിക്കുന്നത് എങ്കിൽ ആ കടം വീട്ടി നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുക. ഒരാളെ രോഗിയായി കിടക്കുന്നൊരു മനുഷ്യനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനാണ് നമുക്ക് സാധിക്കുന്നത് എങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ആ മനുഷ്യനെ സഹായിക്കുക. നമ്മുടെ സഹോദരനാണ്. അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മനുഷ്യർക്ക് സഹജീവികളോട് പരസ്പരം കരുണ കാണിക്കുന്ന, ഉപകാരം ചെയ്യുന്ന ആളുകളായിക്കൊണ്ട് ഒരു മുസ്ലിം മാറണം എന്നുള്ളതാണ്. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട്. അഫ്ളലുൽ അഅ്മാൽ, ഏറ്റവും നല്ല ശ്രേഷ്ഠമായിട്ടുള്ള മഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ അൻ തുദ്ഖില അലാ അഖീകൽ മുഅ്മിനി സുറൂറ, വിശ്വാസിയായിട്ടുള്ള തൻ്റെ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. വിഷമിച്ചു നിൽക്കുന്ന, സങ്കടപ്പെട്ട് നിൽക്കുന്ന, പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ സഹോദരനെ സന്തോഷിപ്പിക്കുക. നിന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഹലാലായ മാർഗത്തിലൂടെ നീ അവനെ സന്തോഷിപ്പിക്കുക. അല്ലെങ്കിൽ ഔ തഖ്ളി അൻഹു ദൈന, കടം കൊണ്ട് കഷ്ടപ്പെടുന്നൊരു മനുഷ്യനുണ്ട് എങ്കിൽ, സഹോദരനുണ്ട് എങ്കിൽ അവൻ്റെ കടം വീട്ടുവാൻ നീ അവനെ സഹായിക്കുക. ഔ തുത്ഇമഹു ഖുബ്സ, അല്ലെങ്കിൽ അവനെ വല്ല ഭക്ഷണവും കൊടുത്ത്, പട്ടിണിയാണ്, പ്രയാസമാണ്, വീട്ടിൽ കൃത്യമായി കഴിക്കുവാൻ ഭക്ഷണം ലഭിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹ വതഅഹദ് ജിറാനക്, നിൻ്റെ വീട്ടിൽ കുറച്ച് അല്പം കറി വെക്കുകയാണ് എങ്കിൽ ആ കറിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചുകൊണ്ട് തൻ്റെ അയൽവാസികൾക്കും നീ അത് വിതരണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉത്തമമായിട്ടുള്ള മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
സഹജീവികളോട് പരസ്പരം സ്നേഹമുള്ളവരും പരോപകാരികളുമായി കൊണ്ട് നമ്മൾ തീരുക. അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള സ്ത്രീകൾ, ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് അധികകാലം കൂടെ താമസിക്കാതെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുള്ള യുവതികളായിട്ടുള്ള സ്ത്രീകളുണ്ടാകും, അതല്ലാത്ത സ്ത്രീകളും ഉണ്ടാകും. വിധവകളായിട്ടുള്ള സ്ത്രീകളെയും പാവപ്പെട്ടവരെയും നമ്മൾ സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സാഇ അലൽ അർമല വൽ മിസ്കീൻ, വിധവകളുടെയും പാവപ്പെട്ടവരുടെയും കാര്യങ്ങളിൽ പരിശ്രമിക്കുന്നവൻ, അവർക്ക് ഉപകാരമുണ്ടാകുവാൻ വേണ്ടി, അവരെ സഹായിക്കുവാൻ വേണ്ടി അവരുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവൻ ഏതുപോലെയാണ്? കൽ മുജാഹിദി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്നവനെ പോലെയാണ്. അവിൽ ഖായിമിൽ ലൈൽ, അല്ലെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവനെ പോലെയാണ്, അല്ലെങ്കിൽ പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ്. ആരുടെ ഉപമ? വിധവകളുടെയും പാവപ്പെട്ടവരുടെയും കാര്യത്തിൽ അവരുടെ പ്രയാസങ്ങളും കഷ്ടതകളും മാറ്റിക്കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവനെ, പോരാട്ടം ചെയ്യുന്നവനെ പോലെയാണ്. അല്ലെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവനെ പോലെയാണ്, അല്ലെങ്കിൽ പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പരം സഹായിക്കുക, കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ സഹായിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എങ്ങനെയാണോ സഹായിക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ നമ്മൾ സഹായിക്കുക. നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്ന കാലത്തിടത്തോളം അള്ളാഹു നമ്മളെയും സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, നമ്മൾ നമ്മുടെ ഒരു സഹോദരനെ സഹായിക്കുന്ന കാലത്തിടത്തോളം നമ്മുടെ സഹായത്തിന് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ആരോടും വെറുപ്പില്ലാതെ, ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, അസൂയയില്ലാതെ നമ്മൾ പരസ്പരം കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കുക. ഏത് രൂപത്തിലുമാകട്ടെ, ഏത് രൂപത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുമോ ആ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. നമ്മുടെ സഹോദരി സഹോദരന്മാരെ നമ്മൾ സഹായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സഹായിക്കുവാനുള്ള ഒരു നല്ല ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.